കച്ചവടക്കാരോട് അള്ളാഹുവിന്റെ റസൂൽ ഒരുപാട് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പലപ്പോഴും ചന്തയിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലും. ഒരിക്കലിങ്ങനെ ചന്തയിൽ പലതും വിറ്റുകൊണ്ടിരിക്കുമ്പം ഒരനുചരൻ ഗോതമ്പ് കച്ചവടം നടത്തുകയാണ്. വലിയൊരു കൂന ഗോതമ്പ് കൂട്ടിയിട്ടതാ, നല്ല ഗോതമ്പുണ്ട്, വരൂ 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 പറഞ്ഞ് ഉപഭോക്താക്കളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ആ ഗോതമ്പിൽ ഒന്ന് കൈയിട്ട് നോക്കി. കൈയിട്ട് നോക്കുമ്പോൾ ബലൽ, ആ കൈകളിൽ ഗോതമ്പിന്റെ ഉൾഭാഗത്ത് നിന്ന് നനവ് തട്ടുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹി യാ താജ്, ഓ കച്ചവടക്കാരെ എന്താണിത്? അയാൾ പറഞ്ഞു, അസാബത്ത് ഹിസ്സമാ, നബിയെ പെട്ടെന്നൊരു മഴ പെയ്തു, മഴ കൊണ്ടതാണ്, ഞാൻ പിന്നെ അതിന്റെ മേലെ കുറച്ച് ഉണങ്ങിയ ഗോതമ്പിട്ടതാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അഫലാ ജഅൽതഹു ഫൗഖ ത്വആം, നീ എന്തുകൊണ്ട് നനഞ്ഞത് മേലെ വെച്ചില്ല? ഇത് ഉണങ്ങിയ ഗോതമ്പാണെന്ന് കരുതി ആളുകൾ വാങ്ങുകയും നീ നനഞ്ഞ ഗോതമ്പ് തൂക്കിക്കൊടുക്കുകയും ചെയ്യല്ലേ? അതുകൊണ്ട് മൻ ഗശ്ശന ഫലൈസ മിന്നാ, ഉപഭോക്താക്കളെ ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. കച്ചവടക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളിൽ മായം കലർത്തി വിൽക്കാൻ പാടില്ല.